കഴിഞ്ഞ ഒരു 2.5 മാസക്കാലമായിട്ട് പനി പടർന്നു പിടിച്ചിരിക്കുന്നു എന്നൊരു വസ്തുതയുണ്ട്. നമ്മുടെ ആശുപത്രിയുടെ നിലവാരം വെച്ച് നോക്കുകയാണെങ്കിൽ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതലായിട്ടുണ്ട്. ഇതിനെ തടയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് മുൻഗണന കൊടുക്കുന്നത്. അപ്പം അതിലേറ്റവും പ്രധാനം ഇതിന് രോഗത്തിനെ പകർത്തി കൊടുക്കുന്ന രോഗാണുക്കളെ പകർത്തി കൊടുക്കുന്ന കൊതുകുകളെ നശിപ്പിക്കുക എന്നുള്ളതാണ്. ഡെങ്കിപ്പനി പകർത്തി കൊടുക്കുന്നത് ഈഡീസ് വിഭാഗത്തിൽപ്പെട്ട ശുദ്ധജലത്തിൽ മാത്രം മുട്ടയിട്ട് വളരുന്ന ഒരു തരം കൊതുകാണ്. ഈ കൊതു പകൽ സമയത്താണ് സാധാരണയായിട്ട് കൂടുതലായിട്ടും ആൾക്കാരെ കടിക്കുന്നത്. അപ്പം ഡെങ്കിപ്പനിക്ക് കാരണമായ ഈഡീസ് കൊതുക് ഇല്ലെങ്കിൽ ഡെങ്കിപ്പനി ഇല്ല. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം ഇവിടെ 10 മടങ്ങ് വർദ്ധിച്ചതായും പകർച്ചപ്പനി ഒരളവിൽ മാത്രമേ ഉള്ളൂവെന്നും ഡോക്ടർ അഭിപ്രായപ്പെട്ടു. കഠിനമായ പനി, ജലദോഷം, ശരീരവേദന, തളർച്ച, ക്ഷീണം, ശരീരത്തുണ്ടാകുന്ന ചുവന്ന പാടുകൾ എന്നിവ ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ എത്രയും വേഗം ആശുപത്രിയിൽ ചികിത്സ തേടണം. ഡെങ്കിപ്പനി തടയുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഒരു തവണ വന്നവർക്ക് ഡെങ്കി വീണ്ടും വരുന്നത് മരണത്തിന് തന്നെ കാരണമായേക്കാം. ഈഡിസ് കൊതുകുകളാണ് രോഗം പകർത്തുന്നത്. ശുദ്ധജലത്തിലാണ് ഈ കൊതുകുകൾ മുട്ടയിടുന്നത്. അതിനാൽ വെള്ളം കെട്ടി നിൽക്കാൻ ഇട നൽകാതിരിക്കുക. കൊതുകുകളെ നിർമ്മാർജ്ജനം ചെയ്താൽ ഡെങ്കിപ്പനി പടർന്നു പിടിക്കില്ല എന്നു മാത്രമല്ല, ഡെങ്കിപ്പനി വായുവിലൂടെയോ സമ്പർക്കത്തിലൂടെയോ പകരുകയില്ല. കൊതുകിലൂടെ മാത്രമാണ് രോഗം പകരുന്നത്. 3 ആഴ്ചയാണ് ഈ കൊതുകുകൾക്ക് ആയുസ്സുള്ളത്. വരുന്ന 3 ആഴ്ചക്കാലം വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതിനും പരിസരത്ത് വെള്ളം കെട്ടി നിൽക്കാതിരിക്കുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സൂപ്രണ്ട് അറിയിച്ചു. ലൈവ് വാർത്ത, പുനലൂർ.